അപ്പോൾ കിങ്ഡം അനിമേലിയ, കിങ്ഡം പ്ലാന്റ്, ഇത് രണ്ടും കാൾ ലിനേയസിൻ്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ വരുന്നവരാണ്. സോ ഓർഗാനിസംസ് ആർ ഡിവൈഡഡ് ഇൻ ടു 2 കിങ്ഡംസ്, അനിമേലിയ ആൻഡ് പ്ലാന്റ്. സോ ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് തന്നെ ഇപ്പോൾ ആലോചിച്ചാൽ മനസ്സിലാവും. ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, പാരമീസിയം, മഷ്റൂം, ഈസ്റ്റ് ആൻഡ് ഡിഡ് നോട്ട് ഫിറ്റ് ഇൻ ടു either plants or animals. നമ്മൾ ഇങ്ങനെ ഓരോന്നിനെയും കണ്ടുപിടിച്ച് വരുന്ന സമയത്ത് ഇവരെ ഇപ്പോൾ ബാക്ടീരിയനെ നമ്മൾ ആനിമൽസിലിടോ പ്ലാന്റിലിടോ. ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, ഹെട്രോട്രോപ്പിക് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആനിമൽസിൽ കൊണ്ടുപോയിട്ട് ബാക്ടീരിയനെയോ പാരമീസിയത്തിനെയോ മഷ്റൂമിനെയോ ഒന്നും കൊണ്ടിടാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ എന്താണ്, നമ്മളുടെ ഈ ഒരു 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ലിമിറ്റേഷനാണ്. ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലാർ പ്രോകാരിയോട്ടാണ്. പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, അതിന് പ്രത്യേകിച്ചൊരു ന്യൂക്ലിയസോ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലൈസോ ഒന്നും ഉണ്ടാവില്ല. പാരമീസിയം യൂണിസെല്ലുലാർ ആണ്, യൂക്കാരിയോട്ടാണ് എന്ന് പറഞ്ഞാൽ അതിന് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനലൈസ് ഒക്കെ ഉണ്ടാവും, ബട്ട് യൂണിസെല്ലുലാർ ആണ്. ഹെട്രോട്രോപ്പ് ആൻഡ് ഹാവ് മൊബിലിറ്റി. പാരമീസിയത്തിന് മൊബിലിറ്റി ഉണ്ടാകും, അവർ ഹെട്രോട്രോപ്പാണ്, ഫുഡിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. ദെൻ മഷ്റൂമും ഈസ്റ്റും ഹെട്രോട്രോപ്സ് ആണ്, യൂക്കാരിയോട്സ് ആണ്, ബട്ട് മൊബിലിറ്റി ഇല്ല. അപ്പോൾ ഇവരൊക്കെ നമ്മൾ എവിടെ കൊണ്ടേ വെക്കും. അതുപോലെ തന്നെ നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ യൂക്കാരിയോട്സ് ആൻഡ് പ്രോകാരിയോട്സ്, നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം. ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റുന്നവർ, പറ്റാത്തവർ, ഇതൊന്നും എവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ലിമിറ്റേഷൻസിനെ ഒരു പരിധി വരെ ഓവർകം ചെയ്തുകൊണ്ടാണ് റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. സോ ടു ഓവർകം ദ ലിമിറ്റേഷൻസ് ഓഫ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ഓർഗാനിസംസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 5 കിങ്ഡംസ്. ഏതൊക്കെയാണ് ആ 5 കിങ്ഡംസ്? മൊനീറ, പ്രൊട്ടസ്റ്റ, ഫംഗൈ, പ്ലാന്റൈ, അനിമേലിയ. ഫഞ്ചൈ എന്നും പറയും, ഫംഗി എന്നും പറയും കേട്ടോ. സോ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ആരൊക്കെയുണ്ട്? മൊനീറ, പ്രൊട്ടസ്റ്റ, ഫംഗൈ, പ്ലാന്റൈ, അനിമേലിയ. സോ ഫസ്റ്റ് കിങ്ഡം മൊനീറ. കിങ്ഡം മൊനീറ എന്തൊക്കെയാണ്? പ്രോകാരിയോട്സ്, ഡു നോട്ട് ഹാവ് ഡിസ്റ്റിങ്ക്ട് ന്യൂക്ലിയസ്, മോസ്റ്റ് ആൻഷ്യൻറ്റ് ലിവിങ് ഓർഗാനിസം, ഏറ്റവും പഴക്കം ചെന്ന പണ്ട് കാലം മുതലേയുള്ള ഓർഗാനിസംസ് ആണ് മൊനീറ. ദെൻ പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ന്യൂട്രിയൻ സൈക്കിൾ. ബാക്ടീരിയ ഒക്കെ കിങ്ഡം മൊനീറയിൽ വരുന്നവരാണ്. ദെൻ പ്രൊട്ടിസ്റ്റ ഇസ് യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ്. മോസ്റ്റ്ലി അവർ യൂണിസെല്ലുലാർ ആയിട്ടുള്ള യൂക്കാരിയോട്സ് ആണ്. ക്യാൻ ബി ഓട്ടോട്രോപ്സ് ആൻഡ് ഹെറ്ററോട്രോപ്സ്. അവർ ഓട്ടോട്രോപ്സും ഹെറ്ററോട്രോപ്സും ആവാം. ദേ ഹാവ് ലോക്കോമോട്ടറി സ്ട്രക്ചർ ലൈക്ക് ഫ്ലജെല്ല, സേലിയ, സ്യൂഡോപോഡിയ. അങ്ങനെ അവർക്ക് ചലിക്കാൻ ആവശ്യമായിട്ട് അവർക്ക് മൊബിലിറ്റി ഉണ്ടല്ലോ. സോ ആ ഒരു ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഫ്ലജെല്ല ഉണ്ട്, സീലിയ ഉണ്ട്, സ്യൂഡോപോഡിയ ഒക്കെ ഉണ്ട് പ്രൊട്ടിസ്റ്റയ്ക്ക്. ഓരോ ഓർഗാനിസംസിനും ഓരോ രീതിയിലുള്ള ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ് ഉണ്ടാകും. എക്സാമ്പിൾസ് അമീബ, പാരമീസിയം, യുഗ്ലീന, പിന്നെ പ്ലാസ്മോഡിയം, എൻഡമീബിയൊക്കെ ഡിസീസ് കോസിങ് ആയിട്ടുള്ള പ്രൊട്ടിസ്റ്റകളാണ്. അപ്പോൾ അങ്ങനെ ഡിസീസ് കോസിങ് പ്രൊട്ടിസ്റ്റകളും ഉണ്ട്. അമീബ, പാരമീസിയം, യുഗ്ലീന അത്തരം പ്രൊട്ടിസ്റ്റകളും പ്രസൻ്റാണ്. ദെൻ ഫംഗി യൂക്കാരിയോട്സ് ആണ്, മോസ്റ്റ്ലി മൾട്ടി സെല്ലുലാർ. ഈസ്റ്റ് മൾട്ടി സെല്ലുലാർ അല്ല, യൂണിസെല്ലുലാർ ആണ്. That is the yeast is the exception one. And saprophytes എന്ന് പറഞ്ഞാൽ എന്താ? They absorb nutrients from dead and decaying matter. ഡെഡ് ആയിട്ടുള്ളതോ ഇങ്ങനെ ജീർണിച്ച അങ്ങനെയുള്ള വസ്തുക്കളിൽ നിന്നൊക്കെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നവരാണ് ഈ ഫംഗൈ. ഓക്കെ. മഷ്റൂം ഒരു ഫംഗൈൻ്റെ എക്സാമ്പിളാണ്. ഹാവ് സെൽ വാൾ മെയ്ഡപ്പ് ഓഫ് കൈറ്റിൻ എന്നുള്ള സബ്സ്റ്റൻസ് കൊണ്ട് ആണ് അതിൻ്റെ സെൽ വാള് നിർമ്മിച്ചിട്ടുള്ളത്. ഡു നോട്ട് ഹാവ് ക്ലോറോഫിൽ. സം ആർ യൂസ്ഫുൾ. എഡിബിൾ മഷ്റൂം, ഈസ്റ്റ് ഇൻ ബേക്കിംഗ് ആൻഡ് വൈൻ മേക്കിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈസ്റ്റ് അതൊക്കെ എഡിബിളാണ്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സം ആർ ഡിസീസ് കോസിങ്. റിംഗ് വേം ഒക്കെ ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഫംഗയാണ്. ഓക്കെ. അപ്പോൾ ആവശ്യമുള്ളവർ നല്ലവരും മോശക്കാരും എല്ലാ കിങ്ഡത്തിലും ഉണ്ട്. ദെൻ പ്ലാന്റൈ മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്സ് ആണ്, ഓട്ടോട്രോപ്പിക് ഓർഗാനിസംസ്. ഓട്ടോട്രോപ്പിക് മീൻസ് അവർ ഫോട്ടോസിന്തസിസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഫുഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ്, ഹാവ് റൂട്ട്, സ്റ്റെം, ലീവ്സ്, ഗ്രോ ഓൺ സോയിൽ ആൻഡ് വാട്ടർ. ഓക്കെ. അപ്പോൾ പ്ലാന്റ് നമ്മൾ നോർമൽ നമ്മുടെ സസ്യങ്ങൾ, പ്ലാന്റ്സ്. ദെൻ
Animalia. Animalia multicellular eukaryotes, heterotrophs, have locomotor organs and definite receptors, range from simple sponge to complex human. അത്രയും വാസ്റ്റ് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ആനിമൽ കിങ്ഡത്തിൽ. ഓക്കെ, വീണ്ടും 5 കിങ്ഡം ക്ലാസിഫിക്കേഷന് ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവന്നത് ആരാണ്? കാൾ വോസ് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അതെപ്പോഴാണ്? നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർഗാനിസംസ് നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിക്കുന്ന സമയത്തും ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ ഈ 5 കിങ്ഡത്തിൽ അതിനെ ഒതുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പുതിയ ഒരാളും കൂടെ ആവശ്യം വന്നു. അങ്ങനെയാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ രൂപപ്പെടുന്നത്. ദിസ് സിസ്റ്റംസ് ഫർദർ ക്ലാസിഫൈഡ് ഓർ ഡിവൈഡഡ് ദ കിങ്ഡം മൊനീറ ഇൻറ്റു 2 ഡിസ്റ്റിങ്ക്റ്റ് കിങ്ഡംസ്. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 2 കിങ്ഡംസ് ആയി. മൊനീറ എന്ന് പറയുന്ന ഒരു കിങ്ഡത്തിനെ നമ്മൾ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുള്ള 2 കിങ്ഡം കൂടെ അവിടെ ഉണ്ടായി. ഓക്കെ, സോ 4 കിങ്ഡംസ് റിമൈൻ സെയിം. പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, അനിമേലിയ ഇവർക്ക് മാറ്റമില്ല. മാറ്റം ആർക്കാണ്? മൊനീറ ആർക്കി ബാക്ടീരിയയും യു ബാക്ടീരിയ ആയിട്ട് മാറി. ഈ ആർക്കി ബാക്ടീരിയയും യു ബാക്ടീരിയയും മൊനീറ എന്ന് പറയുമ്പോൾ എന്താണ്? അത് പ്രോകാരിയോട്ടിക് യൂണിസെല്ലുലാർ അല്ലേ? ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ ഇവരൊക്കെ പ്രോകാരിയോട്സ് ഒക്കെ തന്നെയാണ്. ജസ്റ്റ് ലൈക്ക് ആ കിങ്ഡം മൊനീറയിൽ വരുന്നതാ. പക്ഷേ ഇത് എക്സിബിറ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് in their cell wall composition, habitat, metabolic pathway and response to antibiotic. So ആ കിങ്ഡം മൊനീറയെ നമ്മൾ ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടായിട്ട് വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു. സോ അങ്ങനെയാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബൈ കാൾ വോസ് വന്നത്. ദെൻ സയൻറ്റിഫിക് നെയിമിംഗ് ആൻഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ, അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. നമ്മളിപ്പോൾ പറഞ്ഞു നമ്മുടെ ടൈഗറിൻ്റെയും കോക്കനട്ടിൻ്റെയും ഒക്കെ നമ്മൾ സയൻറ്റിഫിക് നെയിംസ് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ടു ഓവർകം ദ കൺഫ്യൂഷൻ കോസ്ഡ് ബൈ ഡിഫറെൻറ്റ് ലോക്കൽ നെയിംസ് ഫോർ ദ സെയിം ഓർഗാനിസം, കാൾ ലിനേയസ് ഡെവലപ്ഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. കാൾ ലിനേയസ് ഉണ്ടാക്കിയത് ഒരു സ്ഥലത്ത് തന്നെ. ഇപ്പോൾ നമ്മളുടെ ഒരു കൊച്ചു കേരളത്തിൽ ഓരോ സ്ഥലത്തും പപ്പായ, അതിന് ഓരോ പേരുകളാണ് എല്ലാറ്റിനും. പിന്നെ ടാപ്പിയോക്ക, അതിനൊക്കെ എന്താണ് ഡിഫറെൻറ്റ് പേരല്ലേ? നമ്മൾ മലപ്പുറത്തുള്ളവർ പറയുന്നതാവില്ല തൃശ്ശൂരുകാർ പറയുന്നത്, തിരുവനന്തപുരത്തുകാർ പറയുന്നത്. ഇനി അങ്ങോട്ട് പോയാൽ പിന്നെ വേറെ തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്, കന്നഡ അതിലൊക്കെ ഡിഫറെൻറ്റാണ്. നമ്മൾ മലയാളികൾ തന്നെ പല പേരിലും പറയുന്നുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ ഒരു കേസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മളൊരു ഓർഗാനിസത്തിനെ കണ്ടുപിടിച്ചു എന്ന് പറയും, അപ്പോൾ വേറൊരാൾ പറയും അതും ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്, പക്ഷെ അതിന് വേറെ പേരായിരിക്കും. അങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു പേര്, ദാറ്റ് ഈസ് സയൻറ്റിഫിക് നെയിമിങ്. അവിടെയാണ്. ഇപ്പോൾ ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരാണ്. അതിനിപ്പോൾ നിങ്ങൾ വേറെ എവിടെ ചെന്ന് പറഞ്ഞാലും ഹോമോസാപ്പിയൻ ആണോ, അത് മനുഷ്യൻ തന്നെ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ആ ഒരു കോമൺ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നെയിം കൊടുക്കുന്ന പ്രോസസ്സാണ് സയൻറ്റിഫിക് നെയിമിങ് അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ ബൈ കാൾ ലിനേയസ്. This scientific name gives organisms universally accepted names. Okay, universally accepted ആയിട്ടുള്ള നെയിം കൊടുക്കും. 2 പാർട്ട് ഉണ്ടാകും. ഫസ്റ്റ് പാർട്ട് ജീനസ് നെയിം ആയിരിക്കും, സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. സെക്കൻഡ് പാർട്ട് സ്പീഷ്യസ് നെയിം ആയിരിക്കും. നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നൊക്കെ സമയത്ത് ഇറ്റാലിക്സ് അറിയില്ല, ഒന്ന് ചെരിച്ച ഭാഗത്തിൽ നമ്മൾ. ഓക്കെ, അപ്പോൾ പിന്നെ ലാറ്റിൻ ബേസ്ഡ് ആയിട്ടുള്ള പേരുകളൊക്കെയാണ്, വേർഡ്സൊക്കെയാവും ഇതിൻ്റെ പേരിൽ വരുന്നത്. കാരണം അതിപ്പോൾ കൂടുതൽ യൂസ് ചെയ്യാത്ത ലാംഗ്വേജ് അല്ലേ, അപ്പോൾ അതിൽ മാറ്റങ്ങൾ വരാൻ ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ലാറ്റിൻ അവിടെ പ്രിഫർ ചെയ്യുന്നത്. സോ ചെറിയ 1-2 ചെടികളുടെ അല്ലെങ്കിൽ ജീവികളുടെ പേര് ഞാനൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞതല്ല, നമുക്കറിയാൻ വേണ്ടിയിട്ടാണ്. മാംഗോ ട്രീ എന്താ? മാഞ്ചിഫറ ഇൻഡിക്ക. പാഡി, നമ്മളെ നെല്ലില്ലേ, ദാറ്റ്സ് ഒറൈസ സറ്റീവ. ഹിബിസ്കസ് റൊസാസിനെൻസിസ്. എലഫാസ് മാക്സിമസ്. ഇതൊക്കെയാണ് നമ്മളുടെ ചുറ്റും കാണുന്ന ചെടികളുടെ ഒക്കെ പേര്. ഓക്കെ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇനിയും കണ്ടെത്താം. ഓക്കെ.